മനുഷ്യൻ ഉപയോഗരഹിതമായ വസ്തുക്കളെ മാലിന്യവും പാഴ്വസ്തുക്കളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവയെ ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി മാറ്റാനുള്ള അറിവും ശീലവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇക്കാര്യത്തിൽ നൂതന ചിന്തയും താൽപ്പര്യവുമുള്ള പുതുതലമുറയെ വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്കാണ് ഈ മാറ്റത്തിൽ പ്രധാനമായും ഭാഗമാകാൻ കഴിയുക. മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കുട്ടികളെ മാലിന്യമുക്ത ചുറ്റുപാടുണ്ടാക്കുന്നതിന്റെ വക്താക്കളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ. അതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. ഇതിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ പാഴ്വസ്തു പരിപാലനം, ഹരിത നൈപുണികൾ വികസിപ്പിക്കൽ, പാഴ്വസ്തു പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾക്ക് നൂതന പരിഹാരം കണ്ടെത്തൽ, പാഴ്വസ്തുക്കളുടെ അളവ് കുറയ്ക്കൽ തുടങ്ങിയവ ലക്ഷ്യമിടുന്നു. പാഴ്വസ്തു പരിപാലനം ഹരിത സാങ്കേതിക വിദ്യയിലൂടെ എന്ന മേഖലയിൽ തൊഴിൽ ഉദ്ഗതിത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി SCERTയുടെ നേതൃത്വത്തിൽ 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആക്ടിവിറ്റി പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചാണ് സ്കോളർഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. UP വിഭാഗത്തിൽ 6-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് 1-ാം വർഷ വിദ്യാർത്ഥികളുമാണ് ഈ വർഷം സ്കോളർഷിപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സ്കൂളിലെ അധ്യാപകർക്ക് ഒരു പ്രധാന പങ്കുണ്ട്. വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്വമുള്ള ഉപഭോക്തൃ സംസ്കാരം, ശാസ്ത്രീയമായ മാലിന്യ പരിപാലനം, മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ താൽപ്പര്യം വളർത്തിയെടുക്കുക, മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരിടുന്ന പ്രാദേശികമായ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുക, സുസ്ഥിര വികസനത്തിനുള്ള പ്രതിബദ്ധതയും മനോഭാവവും വിദ്യാർത്ഥികളിൽ വളർത്തുക, വിദ്യാർത്ഥികളിൽ ഹരിത നൈപുണികൾ വികസിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ. സ്കോളർഷിപ്പിനുള്ള വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ തലത്തിലായിരിക്കും നടക്കുക. ഇതിനാവശ്യമായ സഹായക പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയവരാണ് നൽകുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ 50 വിദ്യാർത്ഥികളും മുനിസിപ്പാലിറ്റികളിൽ 75 വിദ്യാർത്ഥികളും കോർപ്പറേഷനിൽ 100 വിദ്യാർത്ഥികൾ വീതവുമാണ് സ്കോളർഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഓരോ വിദ്യാലയത്തിൽ നിന്നും ചുരുങ്ങിയത് 2 കുട്ടികൾക്ക് വീതം സ്കോളർഷിപ്പ് നൽകുന്നതാണ്. സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ വിദ്യാലയത്തിനും അനുവദിക്കാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് സ്കൂളുകളെ അറിയിക്കുന്നതാണ്. അപ്പർ പ്രൈമറി വിഭാഗത്തിൽ നിന്നും 6-7 ക്ലാസ് വിദ്യാർത്ഥികൾക്കും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 8-9 ക്ലാസ് വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും 1-ാം വർഷ വിദ്യാർത്ഥികൾക്കുമാണ് സ്കോളർഷിപ്പിന് അവസരം നൽകുക. സ്കൂൾ തലത്തിൽ പേര് നൽകിയ വിദ്യാർത്ഥികളിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തും. തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങളും പ്രവർത്തനങ്ങളും സ്കൂളുകളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സർക്കുലറായി ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാലയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നവംബർ 14-ന് വിദ്യാലയത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിക്കണം. സ്കോളർഷിപ്പിന്റെ ഭാഗമായി കണ്ടെത്തിയ അറിവുകളും കണ്ടെത്തലുകളും സഭയിൽ അവതരിപ്പിക്കാനും ഇതിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവസരവും ഹരിതസഭയിൽ ഉണ്ടാകും. സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ പ്രത്യേക അവതരണവും ഉണ്ടാകും. ഈ വിദ്യാർത്ഥികൾ നവംബർ-ഡിസംബർ മാസങ്ങളിലായി മാലിന്യ പരിപാലനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകും. ശുചിത്വ പഠനോത്സവം. സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ശുചിത്വ പഠനോത്സവം സംഘടിപ്പിക്കും. സെമിനാറുകൾ, മുഖാമുഖ ചർച്ചകൾ, പ്രദർശനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയായിരിക്കണം പഠനോത്സവം നടത്തേണ്ടത്. ഇതിൽ തദ്ദേശ സ്ഥാപനത്തിന് കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പങ്കെടുക്കുന്നതിനുള്ള അവസരമുണ്ടാകും. സ്കോളർഷിപ്പിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏകോപനം, സ്കോളർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വിദ്യാലയത്തിന് പുരസ്കാരം നൽകുന്നതാണ്. സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുകയായ 1500 രൂപയും പ്രശസ്തി പത്രവും നൽകും. മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കൽ,
ശാസ്ത്രീയ മാലിന്യ പരിപാലന രീതികൾ മനസ്സിലാക്കൽ, മാലിന്യം തരംതിരിക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിയൽ എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. സ്കോളർഷിപ്പ് ചുമതലയുള്ള ടീച്ചർ കോർഡിനേറ്ററിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സംബന്ധിച്ച് ഓറിയന്റേഷൻ നൽകേണ്ടതാണ്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും 5 പ്രവർത്തനങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കൽ. വീടുകളിലും ക്ലാസ് റൂമുകളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കി മാലിന്യം കുറച്ച് അജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ജൈവമാലിന്യം കമ്പോസ്റ്റാക്കി മാറ്റുകയും ചെയ്യുന്നതിന്റെ രേഖപ്പെടുത്തൽ. മാലിന്യം തരംതിരിക്കലും സംസ്കരണവും. മാലിന്യം തരംതിരിക്കുന്നത് വീട്ടിൽ നടപ്പാക്കുക. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വീട്ടിലെ മാലിന്യങ്ങൾ ഇടാൻ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ബിന്നുകൾ നിർമ്മിക്കുക. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കുറഞ്ഞത് 2 അയൽ വീടുകൾക്കെങ്കിലും ബിൻ ഉണ്ടാക്കി നൽകണം. എല്ലാ വിഭാഗക്കാരും വീട്ടിലെ ജൈവ മാലിന്യ സംസ്കരണ രീതി മനസ്സിലാക്കുക, അല്ലെങ്കിൽ പുതിയത് ആരംഭിക്കാൻ സഹായിക്കുക. എന്റെ വീട് മാലിന്യമുക്തം, ഉറപ്പാക്കാം നിങ്ങളുടേതും. അയൽ വീടുകൾ സന്ദർശിച്ച് മാലിന്യ സംസ്കരണം വിലയിരുത്തി റാങ്ക് നൽകുക. UP വിഭാഗം 5 വീടുകൾ, ഹൈസ്കൂൾ വിഭാഗം 15 വീടുകൾ, ഹയർ സെക്കൻഡറി 15 വീടുകളും 10 സ്ഥാപനങ്ങളും. പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ ശേഖരിച്ച് സ്വാപ്പ് ഷോപ്പിനായി നൽകണം. വിഭാഗമനുസരിച്ചുള്ള മറ്റ് പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UP വിഭാഗം വേസ്റ്റ് കൊളാഷ്. മാലിന്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശേഖരിച്ച് 1 മാസത്തെ കൊളാഷ് ഉണ്ടാക്കുക. ഹൈസ്കൂൾ വിഭാഗം പ്ലാസ്റ്റിക് തരംതിരിക്കൽ. വിവിധ തരം പ്ലാസ്റ്റിക്കുകൾ അവയുടെ റെസിൻ നമ്പർ അനുസരിച്ച് തരംതിരിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗം ബോധവൽക്കരണ വീഡിയോ. ഞാനിനി ഇത് ഉപയോഗിക്കില്ല, പകരം ഇത് എന്ന ടാഗിൽ ബദൽ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ തയ്യാറാക്കുക. ക്യാമറ കണ്ണുകൾ. തദ്ദേശ സ്ഥാപന പരിധിയിലെ നിയമവിരുദ്ധമായ മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുക. സംവിധാനങ്ങൾ പരിചയപ്പെടൽ. വിദ്യാർത്ഥി സമീപ പ്രദേശത്തുള്ള ഒരു ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം സന്ദർശിക്കുകയും പരിപാലന രീതി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. വിദ്യാലയതല പരിപാടികൾ. സ്വാപ്പ് ഷോപ്പും റിപ്പയർ ഫെസ്റ്റും. പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കാനായി സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള സ്വാപ്പ് ഷോപ്പും കേടായവ നന്നാക്കാനുള്ള റിപ്പയർ ഫെസ്റ്റും സംഘടിപ്പിക്കുക. കുട്ടികളുടെ ഹരിതസഭ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നവംബർ 14-ന് സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുകയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവർ കണ്ടെത്തിയ വിവരങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക. കൂടാതെ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളുടെ ലിസ്റ്റ് അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്.